അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം എല്ലാവരും ഇതിൻ്റെ ബാക്കി എവിടെയെന്ന് ചോദിച്ച് ഒരുപാട് കമൻസുകൾ കണ്ടു. പക്ഷേ ഇന്നലെ എനിക്ക് കഥയിടാൻ പറ്റിയില്ല. പകരം മറ്റൊരു സ്റ്റോറി ഞാൻ ഇട്ടിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ സ്ഥിരമായി കാണുന്ന സ്റ്റോറി തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഗസ്റ്റുകളൊക്കെ വന്നതുകൊണ്ട് ടൈം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അതിനെക്കുറിച്ച് ബാക്കി പറയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ആഷി ഉസ്താദ് പറഞ്ഞതനുസരിച്ച് നമ്മുടെ ഹാദിയുടെ ഉപ്പ റിസ്വാന വക്കീലിൻ്റെ പിതാവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരിക്കൽ പോലും തൻ്റെ മകൾ ഇതറിഞ്ഞില്ല. കാരണം അവൾ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടത്തിന് മാത്രമാണ് അവൾ നിൽക്കുന്നത്. എന്നാൽ സഫീർ അവൻ്റെ മറ്റൊരു വിവാഹം നോക്കുന്നുണ്ടെന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നും എന്നൊക്കറിഞ്ഞപ്പോൾ അവൾ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. റബ്ബേ, ഒരാൾക്കും ഞാൻ ശല്യമായിട്ട് തുടരില്ല. അതെ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി എന്നതായിരുന്നു അവളുടെ മനസ്സിലുള്ള ചിന്ത. എന്നാൽ അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മാതാപിതാക്കൾ വിഷമിക്കരുത് എന്ന് കരുതി അവൾ ഒരിക്കൽ പോലും അത് പുറത്ത് കാണിച്ചില്ല. പക്ഷേ ആ പിതാവിനും മാതാവിനും അറിയാമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട മകൾ അതേ വിഷമങ്ങളെല്ലാം ഉള്ളിൽ അടക്കി പിടിച്ച് ഇരിക്കുകയാണ് എന്നുള്ളത്. എന്നാൽ ഹാദിയുടെ ഉപ്പയുടെ ആ ഒരു ഫോൺ കോൾ ശരിക്കും റിസ്വാന വക്കീലിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വല്ലാത്തൊരു ആശ്വാസമാണ് പകർന്നത്. കാരണം അത് അവരുടെ വിവാഹം നടത്തണം എന്നതുള്ളതാണ് അവർ പറഞ്ഞത്. കാരണം സഫീറിനെ ഒത്തിരി ഇഷ്ടമാണെന്നും അവളെ മറക്കുവാൻ കഴിയില്ല എന്നുള്ള കാര്യം അവിടെ വന്ന് പറഞ്ഞ കാര്യവും എല്ലാം പറഞ്ഞു. എന്നാൽ അത് സഫീർ ഒരിക്കലും അറിയുന്നില്ല. ഹാദിയുടെ പിതാവ് നേരെ നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ പിതാവിനോട് പറഞ്ഞ് അതെല്ലാം സെറ്റാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നോക്കി. എങ്കിലും ഇത്ര പെട്ടെന്ന് അത് ഓക്കെ ആവുമെന്ന് സഫീർ അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ആ ദിവസം ആഷി സഫീറിനെ വിളിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. അതെ, സഫീർ ഫോൺ എടുത്തു. ഹലോ, പിന്നെ കാര്യങ്ങളൊക്കെ എന്തായി? നിനക്ക് വല്ല ഐഡിയ അറിയോ? എങ്ങനെ ഐഡിയ ഉണ്ടാവാനാ? ഇവിടെ എൻ്റെ വീട്ടുകാരെ സ്ഥിതി ആലോചിച്ച് നോക്കുമ്പോൾ ഇവർ ആ ഒരു കല്യാണത്തിനുള്ള തയ്യാറെടുപ്പിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണ് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ചിന്താഗതിയാണ്. അവർ എൻ്റെ ഇഷ്ടങ്ങൾ നോക്കാതെയാണ് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി എന്തവരുടെ ലക്ഷ്യം എനിക്കറിയുന്നില്ല. എന്തോ ഒരു പക തീർക്കുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തൊരു വാശിക്ക് വേണ്ടിയിട്ടോ എന്നെക്കൊണ്ട് അവളെ കെട്ടിക്കുന്ന പോലെയാണ് തോന്നുന്നത് എനിക്ക്. അല്ലാതെ ഒരിക്കൽ പോലും എൻ്റെ മൂത്തതായ ഇത്താത്തയെ എന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഞാനും അവരും തമ്മിൽ യാതൊരു പ്രശ്നമൊന്നുമില്ല, ശരിയാണ്. പക്ഷേ ജസീറും അവളും തമ്മിലുണ്ട് പ്രശ്നങ്ങൾ. അത് ചില പ്രശ്നങ്ങളുണ്ട്, അതെനിക്കറിയാം. ഞാനും അവരും ഒരു പ്രശ്നമില്ല. പക്ഷേ എന്ത് വാശിക്ക് വേണ്ടിയിട്ടാണ് എന്നെക്കൊണ്ട് ഇപ്പോൾ അത് കല്യാണം കഴിപ്പിക്കുന്നത് എനിക്കറിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ആഷി, ഇനി എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവാണ്. ഞാൻ പെട്ടെന്ന് ഈജിപ്തിലേക്ക് തന്നെ തടിയെടുക്കും. എന്നാൽ പെട്ടെന്ന് അത് ആഷി ഉസ്താദ് പറഞ്ഞു. എൻ്റെ പൊന്നു സഫീർ, തടിയെടുക്കല്ലേ പൊന്നെ. അതിനു മുമ്പായിട്ട് ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. എന്താടാ? നീ ഒന്ന് വൈകുന്നേരം ടൗണിലേക്ക് വാ, നമുക്ക് അങ്ങാടിയിൽ വെച്ചൊന്ന് കാണാം കേട്ടോ. ഓക്കെ. അങ്ങനെ അന്ന് വൈകുന്നേരം അവർ എന്നും കൂടുന്ന ആ ഒരു പുഴയോരത്ത് അവർ ഇരുന്നു. പുഴയോരത്തുള്ള ആ ഒരു ചായക്കടയിൽ പതിവ് പോലെ അവർ ഇരുന്നു. എല്ലാവരും അന്ന് നോക്കി. പണക്കാരനായ സഫീർ തട്ടുകടയിൽ നിന്ന് ചായ കഴിക്കുന്നതും അവിടെ ഇരുന്ന് ആസ്വദിക്കുന്നതും അവർ ശരിക്കും കണ്ടു. അല്ലെങ്കിലും അവർ ഇരട്ടക്കുട്ടികളെ പോലെ എന്തൊരു സ്നേഹമാണ്. സ്വന്തം ജ്യേഷ്ഠനനിയന്മാർ ഇത്ര സ്നേഹം ഉണ്ടാവില്ല. അത്ര സ്നേഹത്തിലാണ് അവർ രണ്ടാലും കഴിയുന്നത്. അതെ, അവരെന്തൊക്കെ പഠിക്കാനൊക്കെ പോകുന്നുണ്ടല്ലോ, വലിയ പണ്ഡിതന്മാരായി അവർ തിരിച്ചൊക്കെ വരും. അങ്ങനെ പല അഭിപ്രായങ്ങളും ആളുകളുടെ ഇടയിൽ പതിവ് പോലെ വന്നു. എന്നാൽ അന്ന് സഫീർ ആഷി ഉസ്താദിൻ്റെ മുമ്പിൽ പറയുകയാണ്. ആഷി, എനിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളും മാത്രമേ അവർക്ക് പറയാനുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട പൊന്നാഷി, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഞാൻ ഹാദിയുടെ പിതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്കിലും അതൊന്നും ഒരിക്കലും പ്രാവർത്തികമാവില്ലടോ. ഇനിയിപ്പോൾ അത് പ്രാവർത്തികം ഓക്കെ ആയാലും ഇവരിത് വേറെ ഓരോന്ന്
കാട്ടിക്കൂട്ടിയിട്ട് എനിക്കൊരു സമാധാനമില്ലാതെയായിപ്പോയി. ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ എനിക്കിഷ്ടമുള്ളൂ. അല്ലാതെ ഇനിയിപ്പോൾ അവളെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ജീവിക്കണം. അല്ലാതെ ഒരിക്കൽ പോലും ഇഷ്ടമില്ലാത്ത പെണ്ണിനെ ഞാൻ എങ്ങനെ കെട്ടാനാ? ആഷി ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആഷി ഉസ്താദ് പറഞ്ഞു, സഫീർ നീ വിഷമിക്കലടാ, ഇൻഷാ അല്ലാ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാകും. തൽക്കാലം നീ ഇപ്പം ഇങ്ങോട്ട് നാട് വിടല്ലേ കേട്ടോ. എന്താ ആഷി, എനിക്ക് സമാധാനമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. എന്താന്ന് വെച്ചാൽ എൻ്റെ നിക്കാഹ് ഉഷാറായി നടക്കുന്നുണ്ട്. അതിനെൻ്റെ സഫീർ കൂട്ടുകാരൻ പങ്കെടുത്തേ തീരൂ. ദയവായി എങ്ങോട്ടും മുങ്ങരുതിടാ, സത്യമായിട്ടും. എന്നാൽ ഒരു നിമിഷം അത് സഫീർ ഞെട്ടിയെങ്കിലും അത് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ വിവാഹത്തിന് വേണ്ടി ഞാൻ പങ്കെടുക്കും എന്നത് അവൻ ഉറപ്പിച്ചു. ആഷി, ഞാൻ എന്തായാലും നിൻ്റെ നിക്കാഹിന് പങ്കെടുക്കും. കാരണം എല്ലാത്തിനും എനിക്ക് താങ്ങാനും തടനായുള്ളത് നീയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഞാൻ പങ്കെടുക്കും കേട്ടോ. പിന്നെ ആഷിഖ് പറയുകയാണ്, അതിനിടയ്ക്ക് നീ ദയവായി പ്ലീസ് എങ്ങോട്ട് മുങ്ങരുത്. എനിക്കെൻ്റെ അപേക്ഷയാണ്, ദയവായി. അത് കഴിഞ്ഞിട്ട് നിൻ്റെ വീട്ടിൽ വലിയ നിക്കാഹോ കല്യാണോ എന്ത് വേണമെങ്കിലും നടത്തിക്കോട്ടെ. പക്ഷേ എനിക്കൊരേ ഒരു അപേക്ഷയുണ്ട്. അതെ, എൻ്റെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം മാത്രം നീ എങ്ങോട്ടും പോയിക്കോ. അതുമാത്രമല്ല, നിൻ്റെ നിക്കാഹും ഫിക്സ് ചെയ്യുന്നത് എൻ്റെ നിക്കാഹിന് ശേഷം മാത്രമായിരിക്കണം. എൻ്റെ നിക്കാഹിന് ശേഷം ഒരാഴ്ചക്ക് ശേഷം മാത്രം നിൻ്റെ ഡേറ്റ് ഉറപ്പിച്ചാൽ മതി. നിൻ്റെ എൻഗേജ്മെൻറ്റ് നടത്തിയാൽ മതി. അതും എൻ്റെ മനസ്സിനുള്ളിലെ ഒരടങ്ങാത്ത ആഗ്രഹമാണ്. എൻ്റെ മനസ്സിൽ ഈ ആഗ്രഹം സാധിപ്പിച്ചു തരാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ എൻ്റെ യഥാർത്ഥ കൂട്ടുകാരനാണ്. ഒരു നിമിഷം അതാ നമ്മുടെ സഫീർ ഞെട്ടി. ആഷി, അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്. എൻ്റെ നിക്കാഹ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം നിൻ്റെ എൻഗേജ്മെൻറ്റിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. എന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് എന്നല്ല, അതിനുള്ള ചർച്ച. ഓക്കെ, അത് ഇത്രക്കും കർശനമായിട്ട് ആഷി എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിൽ ആഷി എന്നോട് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അവൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനാ ഇത്രമാത്രം റിസ്ക് എടുക്കുന്നത് എന്നൊരു നിമിഷം അവൻ മനസ്സിലേക്ക് ആ ഒരു ചിന്ത വന്നു. എങ്കിലും ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ആഷി. എൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് എന്നതിലുപരി അത് തൻ്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പിൻ്റെ സ്ഥാനത്ത്, അതായത് സ്നേഹമുള്ള കൂടപ്പിറപ്പിൻ്റെ സ്ഥാനത്താണ് ഞാൻ അവനെ കാണുന്നത്. ജ്യേഷ്ഠൻ എന്ന് പറയുമ്പോൾ ജസീർ, അതെ, അവനെക്കുറിച്ച് എനിക്ക് അത്ര വലിയ മതിപ്പൊന്നുമില്ല. പക്ഷേ ആഷി ഉസ്താദ് എന്ന് വെച്ചാൽ വല്ലാത്തൊരു സംഭവം തന്നെയാണ്. എൻ്റെ ദുഃഖങ്ങളിലും വിഷമങ്ങളിലും എൻ്റെ കൂടെയുള്ളവൻ. അതെ, എൻ്റെ എല്ലാ നല്ല കാര്യത്തിനും നല്ല പ്രവർത്തികൾക്കും എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ആഷി. എന്നാൽ ഒരു നിമിഷം ആഷിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് സഫീർ പറഞ്ഞു, എൻ്റെ ആഷി, അതെ, എന്നെ എന്ത് വേണമെങ്കിലും ചീത്ത പറയാം, എന്നെ ഉപദേശിക്കാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. സത്യമായിട്ടും അതെ, ആഷി എന്താണ് പറയുന്നത് അതായിരിക്കും എൻ്റെ ജീവിതം. സത്യമായിട്ടും ഉറപ്പായിട്ടും. കാരണം ആഷിയുടെ നിക്കാഹ് കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞിട്ടുള്ള എൻ്റെ നിക്കാഹിൻ്റെ കാര്യം എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ അതിൽ നിശ്ചയമോ ചർച്ച എന്ത് നടക്കുള്ളൂ എന്നല്ലേ പറഞ്ഞത്, നടത്താൻ പാടുള്ളൂ എന്ന്. ഓക്കെടാ, സത്യമായിട്ടും അതിനെക്കുറിച്ച് അതിന് ശേഷം മാത്രമേ ഞാൻ ചിന്തിക്കുള്ളൂ. ഞാൻ എൻ്റെ ആഷിയുടെ നിക്കാഹിന് കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. എടാ, ഉറപ്പല്ലേ? സത്യമാണോ? സത്യമായിട്ടും. ഇപ്പം സമാധാനമായി. മറ്റേത് എനിക്ക് ഒരുപാട് ടെൻഷനായിരുന്നു. നീ ഇല്ലാതെ നിക്കാഹ് എന്ത് രസാ എന്ന് വിചാരിച്ചിട്ട്. അല്ലടാ, എൻ്റെ നിക്കാഹിന് അതൊന്നുമില്ല, ഇപ്പം അടുത്തുണ്ടാവും കേട്ടോ. എനിക്ക് വേണ്ടി അവൾ കാത്തിരിക്കുന്നുണ്ട്, എൻ്റെ ഹാദിയ. പെട്ടെന്ന് അവൻ്റെ മുഖം വാടി. അതാ സഫീറിൻ്റെ. കാരണം മറ്റൊന്നുമല്ല, കാരണം തന്നെ കാത്തിരിക്കുന്ന റിസ്വാന വക്കീൽ, പാവം പെണ്ണ്. അതെ, അവളെക്കുറിച്ചാണ് അവൻ ഓർത്തത്. ഒരു നിമിഷം അവൻ്റെ മുഖം ചുവക്കുന്നതും കണ്ണുകൾ നിറയുന്നതും ആഷി ശ്രദ്ധിച്ചു. പെട്ടെന്ന് ആഷിയുടെ മുഖം സഫീർ ദയനീയമായി ഒന്ന് നോക്കി. അതെ, ശരിയാണ്, രണ്ടുപേരുടെയും വിവാഹം ഉറപ്പിച്ച പോലെയായിരുന്നു. എല്ലാം ഓക്കെയാണെന്ന് കരുതിയതായിരുന്നു. പക്ഷെ അപ്പോഴേക്കും വീട്ടിലുള്ളവർ ഇങ്ങനെയൊരു ചതി ചെയ്തത് അതൊരിക്കലും സഫീറിന് ഉൾക്കൊള്ളാനായില്ല. എന്നാലും ആഷിയാണ് പറഞ്ഞത്, പോയി നോക്ക്, ഉമ്മ പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ ഒന്ന് പോയി നോക്കിയെന്ന് വിചാരിച്ചിട്ടിപ്പോൾ എന്താ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് പറഞ്ഞാൽ പോരെ എന്നൊക്കെ
ചുരുക്കി പറഞ്ഞാൽ അവൻ അതിലങ്ങ് പെട്ടുപോയ പോലെയായി എന്ന് തന്നെ പറയാം. എന്നാൽ ആഷി ഉസ്താദ് ഒന്നും ഓപ്പണായിട്ട് പറഞ്ഞില്ല. അത് സഫീറിനും ചെറിയൊരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. എന്നാൽ ഈ സമയം അതാ റിസ്വാന വക്കീലിൻ്റെ ഉപ്പയും ഉമ്മയും നാട്ടിലേക്ക് പോകുവാനുള്ള പർച്ചേസിങ്ങിലാണ്. അത് ഈ ആഴ്ച നാട്ടിലേക്ക് പോകണം. കുടുംബാംഗങ്ങളോട് അതാ ഉമ്മ വിളിച്ചു പറഞ്ഞു. ഹലോ, ആ പിന്നെ ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ആണോ മക്കളെ, കുറേ ദിവസമായില്ലേ വന്നിട്ട്? അതെ, റിസ്വാന വക്കീലിൻ്റെ വല്യമ്മയോടായിരുന്നു അത് പറഞ്ഞത്. ആ ഉമ്മാക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത ആഗ്രഹം. മോളെ കണ്ടിട്ട് കുറേയായി, ഇടയ്ക്കിടയ്ക്കൊക്കെ പേരക്കുട്ടി വന്ന് പോവാറൊക്കെ ഉണ്ട്. പക്ഷേ മോളും ഭർത്താവും കുറേയായി അവിടെ തന്നെയാണ്. മോളെ, അല്ല മോളെ, ഇങ്ങനെ നിന്നാൽ മതിയോ? മോളെ കല്യാണമൊക്കെ ഒന്ന് നോക്കണ്ടേ? ഇനിയെങ്കിലും നിങ്ങൾ നാട്ടിൽ വന്നിട്ട് കല്യാണമൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. എന്നാൽ ആ ഉമ്മ പറഞ്ഞു, ഇൻഷാ അല്ലാ ഉമ്മ നോക്കണേ, കല്യാണമൊക്കെ നോക്കണം. അതെ, ഇനിയിപ്പോൾ എങ്ങോട്ടാ കാത്തു നിൽക്കുന്നത്? പെട്ടെന്ന് ഇൻഷാ അല്ലാ കല്യാണമൊക്കെ നോക്കണം. മോളെ ഇനിയും വൈകിപ്പിക്കണ്ട, ഇപ്പം നല്ലൊരു പ്രായമാണ്. ഒരാളെ കയ്യിൽ അങ്ങോട്ട് പിടിച്ചു കൊടുത്താലേ ഒരു സമാധാനമുള്ളൂ, മറ്റേത് ഒരു സമാധാനമല്ല. അതിനുമ്മ ഇവരും പറയുന്നത്. ഇക്കാക്ക് എപ്പോഴും ആ ഒരു ടെൻഷനാണ്. മോളൊന്നേ ഉള്ളൂ, പറഞ്ഞിട്ടെന്താ, ഒരാളെ കൈകളിൽ ഏൽപ്പിക്കാൻ ഞാൻ ശരിയാവില്ലല്ലോ എന്നുള്ള രീതിയിലാണ്. ആ പിന്നെ ഉമ്മേ, ഇക്കാൻ്റെ ഫാമിലി ഒരുപാടുണ്ടല്ലോ, അവരോടൊക്കെ പറഞ്ഞ് നിക്കാഹും കല്യാണം നടത്തണൊക്കെ എന്നുള്ള പ്ലാനിങ് ഒക്കെയാണ്. പക്ഷെ ചിലപ്പോൾ നിക്കാഹ് കുറച്ച് ചെറുതായിരിക്കും, പിന്നെ ഇൻഷാ അല്ലാ പാർട്ടിയും കാര്യങ്ങളൊക്കെ. അതെന്താ മോളെ അങ്ങനെ? നിക്കാഹ് ചെറുതാക്കിയാൽ എങ്ങനെ? നിക്കാഹ് നിശ്ചയമൊക്കെ പറയാനുള്ളവരോടൊക്കെ പറയാൻ ഞാൻ പറ്റും മോളെ. അതൊക്കെയല്ലേ കാരണവന്മാർക്കൊക്കെ ഏറ്റവും പങ്കെടുക്കേണ്ടത്. അല്ലാതെ പിന്നെ കല്യാണം മാത്രം പറയുന്ന പോലെയല്ലല്ലോ, പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ പറയണമല്ലോ. ഉമ്മ ആയിക്കോട്ടെ, ഇക്ക എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. അല്ലുമ്മ, നിങ്ങൾക്ക് എന്താ കൊണ്ടുവരേണ്ടത് ഞാൻ വരുമ്പോഴേ? എൻ്റെ പൊന്നു മോളെ, ഒന്നും കൊണ്ടുവരണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി. നിങ്ങളൊന്ന് കണ്ടു കിട്ടിയാൽ മതി. നിങ്ങളെ കാണാൻ വലിയ പൂതി. ഈ ഗൾഫ് രാജ്യങ്ങളിലാണ് യുദ്ധം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു പേടിയും പ്രയാസവും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നിങ്ങളെ ഭാഗത്ത് പ്രശ്നമില്ലയെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. എങ്കിലും അവൻ ജോലിക്ക് പോകുന്ന ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട്, അതെ, അമേരിക്കയുടെ സൈനിക താവളമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയുണ്ട് എന്നും പറയുന്നത് കേട്ട്. എന്നാലും ജാഗ്രത പാലിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് നിൽക്കാനും നോക്കണം കേട്ടോ. എപ്പോഴും ദ്വാരക്കലാണ്. അല്ലാ, എൻ്റെ കുടുംബങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ, എൻ്റെ മോളും ഭർത്താവും മോളൊക്കെ പേരക്കുട്ടിയൊക്കെ അവിടെ ഉണ്ടല്ലോ, അവർക്കൊക്കെ നീ കാവലേകല്ല എന്ന് പറഞ്ഞ് എപ്പോഴും ദ്വാ ചെയ്യലാണ്. പൊന്നു മോളെ, മതി ഇനി ഗൾഫിലൊക്കെ നിന്നത്, ഇങ്ങോട്ട് പോരി. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ ക്യാഷൊക്കെ നിങ്ങൾക്ക് ഉണ്ടായില്ലേ. പിന്നെ ഒരേ ഒരു മോള്, അവളാണെങ്കിൽ അവളുടെ ജോലിയും കാര്യങ്ങളായിട്ട് അതും അവളുടെ സെറ്റായി, പഠനവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ്. ഇനി നല്ലൊരു ഭർത്താവിനും കൂടി കണ്ടുപിടിച്ച് കൊടുത്ത് നല്ലൊരു ജീവിതം ഇവിടെ നയിച്ചോളി, അതായിരിക്കും നല്ലത്. ആ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അതാ നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ ഉമ്മ പറയാണ്, ഉമ്മ ഇൻഷാ അല്ലാ അതൊക്കെ തന്നെ ആഗ്രഹിക്കണത്. പക്ഷേ ഇക്കാൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആയതുകൊണ്ടേ നമ്മളിപ്പോൾ നാട്ടിൽ സെറ്റിൽഡ് ആകുക അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഉമ്മ. പക്ഷേ ഇക്കാൻ്റെ ബിസിനസ്സൊക്കെ ഇവിടെ ആയതുകൊണ്ട് ഇക്ക ഒറ്റയ്ക്ക് വരുമെന്ന് പറയുമ്പോൾ എനിക്കൊരു പേടിയും ബേജാറുമാണ്. അതുകൊണ്ടാണ് ഉമ്മ ഞാൻ കൂടെ പോരുന്നത്. ഞാൻ നാട്ടിൽ നിൽക്കും. പൊന്നും മോളെ, അത് വേണ്ട. ഭാര്യയും ഭർത്താവും എപ്പോഴായാലും ഒരുമിച്ച് ജീവിക്കുക, അതാണ് എനിക്ക് ഇഷ്ടമുള്ളൂ. അല്ലാതെ നിങ്ങൾ അവിടെയും ഇവിടെ നിൽക്കണേ എനിക്ക് താല്പര്യമില്ല മോളെ. അങ്ങനെ സമാധാനമല്ല. നിങ്ങൾ നിൽക്കണേ രണ്ടാൾ ഒരുമിച്ച് നാട്ടിൽ അല്ലെങ്കിൽ അവിടെ. പിന്നെ മോളെ കല്യാണത്തിൻ്റെ കാര്യം അതും എല്ലാം കൂടി ഒന്ന് റെഡിയായിട്ട് ഇൻഷാ അല്ലാ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോകാം കേട്ടോ. ആയിക്കോട്ടെ ഉമ്മ, ഇൻഷാ അല്ലാ. അങ്ങനെ അതാ അവർ നാട്ടിലേക്ക് വരുന്ന വിവരം സ്വന്തം ഉമ്മയോടൊക്കെ വിളിച്ച് പറഞ്ഞു. എന്നാൽ ഈ സമയം ഇക്കയുടെ ഫാമിലിയിലേക്ക് വിളിച്ച് പറയണം. ഇക്കയുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, ഉപ്പയാണുള്ളത്. നേരെ ഉപ്പാക്കും അതാ വിളിക്കുന്നു അവളുടെ ഉമ്മ. ഹലോ ഉപ്പാ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. എവിടെ മോളെ, മോനെവിടെ? കുറച്ച് ദിവസമായില്ലപ്പോൾ ഒന്ന് വിളി കണ്ടിട്ട്. മോൻ വിളിക്കാറുണ്ട്, മോൻ 2 ദിവസം മുമ്പും വിളിച്ചിരുന്നു. അല്ല മോളെ, എന്തൊക്കെയുണ്ട് വർത്താനം? ഉപ്പ നല്ല വർത്താനം, ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നുണ്ട്. അല്ല കുട്ടിയെ, മോള് റിസ്വാന മോളുടെ നിക്കാഹിൻ്റെ കാര്യമൊക്കെ ഒന്ന് നമുക്ക് നോക്കണ്ടേ? ഇനിയും എവിടേക്കാ ഓനെ കാത്തു വെച്ചിരിക്കണത്? മോളിപ്പോൾ എക്സാം കഴിഞ്ഞ് വക്കീലായി, അവൾ ജോലിയിൽ പ്രവേശിച്ചു, ഇനിയിപ്പോൾ മജിസ്ട്രേറ്റ് എക്സാം എഴുതുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോടന്ന് വിളിച്ചപ്പോൾ.
അല്ല, അതിനിടയിൽ കൂടെ നമുക്ക് ആ നിക്കാഹിൻ്റെ കാര്യം കൂടെ ഒന്ന് ഉറപ്പിക്കണ്ടേ? അത് മാത്രമല്ല, കാരണവന്മാരൊക്കെ കാത്തിരിക്കുന്നുണ്ട്. നമ്മളെ ഫാമിലി തോലും ഇഷ്ടം പോലെ മോളുടെ വക്കീൽ മോളുടെ നിക്കാഹിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വേഗം വളരെയധികം സന്തോഷത്തോടു കൂടി ജോറായി നടത്തേണ്ട പരിപാടിയാണ് അതൊക്കെ. മക്കൾ വരുന്നില്ലേ ഇപ്പോഴൊന്നും? ഇനി എന്നാ മക്കളെ, യുദ്ധകാലൊക്കെയാണ്. വേഗം ഇങ്ങോട്ട് പോയി, എന്നിട്ട് ഇൻഷാല്ല കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. നിങ്ങൾ വേഗം ഒന്ന് വരി, കാണാൻ കൊതിയുണ്ട് മക്കളെ നിങ്ങളൊക്കെ. റിസ്വാന മോൾ ഇവിടെ വന്നിരുന്നു. ഓള് പിന്നെ ജോലി സംബന്ധമായി ഓള് പുതിയ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. പിന്നെ എന്നാലും എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ വിളിക്കും കേട്ടോ. ഓളിപ്പോൾ അവിടെയാണെന്നും പറഞ്ഞു. എന്തൊക്കെ തന്നെയാലും വേഗം ഇങ്ങോട്ട് പോരി, മോളുടെ നിക്കാഹിൻ്റെ കാര്യം ഒന്ന് സെറ്റാക്കണം കേട്ടോ. ആയിക്കോട്ടെ ഉപ്പ. അല്ലുപ്പാ, ഞങ്ങൾ ഇൻഷാല്ല അടുത്ത ആഴ്ചക്ക് വരും. ഉപ്പാക്ക് എന്ത് കൊണ്ടുവരേണ്ടത്? എൻ്റെ പൊന്നു മോളെ, ഒന്നും വേണ്ട, ഒന്ന് വന്ന് കണ്ടാൽ മതി. കാണാൻ കൊതിയായിക്കണ്. അല്ല, മോനെപ്പോൾ വരും? ഇക്ക വരുമായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട്. മോളെവിടെ? റിസ്വാന മോള് ഒന്ന് കൊടുത്തേ. കൊടുക്കുക. മോളെ റിസ്വാനാ, മോളെ. ഉമ്മ ഇതാ മോളെ, വലിയപ്പ വിളിക്കുന്നുണ്ട്. ഹലോ പപ്പാ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എവിടെ? വല്യപ്പാൻ്റെ കുട്ടി എവിടെ? വല്യപ്പാൻ്റെ കുട്ടിക്ക് എന്നെ കാണാനും പൂതിയേക്കണ്, കൊഞ്ചിക്കാനും പൂതിയേക്കണ്. അന്നോട് എന്തേലും പറയുമ്പോൾ ഈ എങ്ങോട്ടും പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് പൊന്നു മോളെ. കാണാനായിട്ട് വല്ലാത്തൊരു പൊറുതിയേടുണ്ട്. വല്യപ്പ, നിങ്ങൾ പണ്ട് പട്ടാളത്തിലൊക്കെ ഇല്ലായിരുന്നോ? എനിക്ക് പട്ടാളത്തെ കഥയൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ നാട്ടിൽ വന്നിട്ട്. എൻ്റെ പൊന്നു മോളെ, എല്ലാം ഞാൻ പറഞ്ഞു തരും. അതിനു മുമ്പ് വല്യപ്പാക്കാനോടൊരു കാര്യം പറയാണ്ട്. എന്ത് വല്യപ്പ? എൻ്റെ പൊന്നു മോൾക്ക് നല്ലൊരു പുതിയാപ്പിള ചെക്കനെ കണ്ടുപിടിക്കണം. എന്ത്? നല്ലൊരു പുതിയാപ്പിള ചെക്കന്. അല്ല മോളെ, മോൾക്ക് ഏതെങ്കിലും ഉണ്ടോ? എവിടെയും കണ്ടു വച്ചിക്കണോ? ഇല്ല വല്യപ്പ. ഒരു നിമിഷം അവൾ ഞെട്ടിയെങ്കിലും അങ്ങനെയാണ് പറഞ്ഞത്. ആയിക്കോട്ടെ. അല്ലേ, ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ കണ്ടു വെക്കണോലൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഒരേ ഫീൽഡിൽ പഠിക്കണോലൊക്കെ ആവുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു പക്ഷേ നിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു വക്കീലായിരിക്കും, അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കാം, മജിസ്ട്രേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പോലീസുകാരനായിരിക്കും. അങ്ങനെയൊക്കെ ഓരോ ഇഷ്ടങ്ങൾ ഈ ഫീൽഡിൽ പഠിക്കണവർക്ക് ഓരോരുത്തർക്ക് ഓരോ ഫീൽഡിനോടൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അതാ ചോദിച്ചിട്ടോ, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. വല്യപ്പ, അങ്ങനെയൊന്നുമില്ല. ആയിക്കോട്ടെ, സാരല്ല. നമുക്ക് പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒക്കെ റെഡി ആയിക്കോളും. പൊന്നു മോള്, ഇൻഷാ അല്ലാ വൈകാതെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് സെറ്റാക്കണം. വേഗം പോരി, ഇനി നീട്ടിടൂല കേട്ടോ. വല്യപ്പാൻ്റെ കാലം കഴിഞ്ഞ് എനിക്കും കാണാൻ പോതില്ലേ? എൻ്റെ കുട്ടീനെ കൈ പിടിച്ച് കൊടുക്കുന്ന ഏത് കുട്ടിയായിരിക്കും എൻ്റെ പൊന്നും മോളെ സ്വീകരിക്കുന്നതെന്ന് കാണാൻ എനിക്കും ഉണ്ടാവില്ലേ ഒരു കാണാൻ പോതി. അതെ, വല്യപ്പയുടെ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും നമ്മുടെ റിസ്വാന വക്കീൽ ഒരു നിമിഷം ഒന്ന് പതുങ്ങി. എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത്? വല്യപ്പ, അത് എനിക്കറിയാം മോൾക്ക് വിഷമം ഉണ്ടാവുന്നു. സാരല്ല, അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അതൊക്കെ കുറച്ച് കഴിയുമ്പോഴേ അങ്ങ് ശരിയായിക്കോളും. മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. അതെ, വല്യപ്പ അവളോട് സമാധാനത്തോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നാൽ ശരി വല്യപ്പ, ഞങ്ങൾ അടുത്ത ആഴ്ച വരാം. മോളെ വേഗം വരി. എന്നാൽ ഞാൻ നിങ്ങൾ അടുത്ത ആഴ്ച വരുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവരോടും പറയട്ടെ കേട്ടോ. ഈ തറവാട്ടത്ത് എല്ലാവരും എത്തും. നിങ്ങൾ വരിക എന്ന് പറയുമ്പോൾ വല്ലാത്ത സന്തോഷമായിരിക്കും. പൊന്നു മോളെ, വല്യപ്പാൻ്റെ കുട്ടി ഒന്ന് ഇറങ്ങി കാണാൻ വല്ലാത്ത പൂതിയുണ്ട്. അതുകൊണ്ടാണ്. ഇനിയും വൈകിപ്പിക്കരുത് കേട്ടോ. ഉപ്പാൻ്റെ കുട്ടിയാണ്, സമ്മതിച്ചാളി അത് കേട്ടോ. അവൾ പതുക്കിയൊന്നും മൂളി. ആയിക്കോട്ടെ. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയും വല്യപ്പയും ഉമ്മയും വല്യമ്മയും എല്ലാം പറയുന്നത് അവൾ അക്ഷരം പ്രതി അനുസരിക്കുമായിരുന്നു. അവൾക്കതിൽ ഒരു എതിരഭിപ്രായമില്ല. എന്നാൽ സഫീർ ഓക്കെ ആണെങ്കിൽ അവൻ്റെ കാര്യം ഇവരോട് പറഞ്ഞാലും അവർ നടത്തി തരികയും ചെയ്യും. കാരണം ഈ പൊന്നുമോളെ അത്രയധികം സ്നേഹിക്കുന്നവരാണ് അവർ. വല്യപ്പയോട് സലാം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അവൾ റൂമിൽ വന്നിരുന്നു. അതെ, അവൾ ആ റൂമിലിരിക്കുമ്പോൾ അവളുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി. അവൾ പടച്ച റബ്ബിനോട് പറഞ്ഞു, റഹ്മാനെ, അല്ലാ, എൻ്റെ മനസ്സ് നിനക്കറിയാം. എൻ്റെ മനസ്സ് നിനക്കറിയാം അല്ലേ? പക്ഷേ എൻ്റെ മാതാപിതാക്കളുടെ സന്തോഷമാണ് റബ്ബേ എൻ്റെയും സന്തോഷം. അതെ, റിസ്വാൻ വക്കീൽ പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. അല്ലാ, എൻ്റെ കാര്യം നീ ഏറ്റെടുക്കണം കേട്ടോ. അല്ലാ,
എൻ്റെ കാര്യം നിന്നെ ഏൽപ്പിക്കുന്നു. എന്നാൽ ഒരു നിമിഷം അവൾ സഫീറിനെ കുറിച്ച് ഓർത്തു. റബ്ബേ, സഫീർ പാവമാണല്ലോ, പാവമാണ്, നിഷ്കളങ്കനാണ്. റബ്ബേ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ആരാണ് കടന്നു വരുന്നത്? അവൾക്ക് നീ ദയ കൊടുക്കല്ല, ദയയോടെ അവനോട് പെരുമാറാനുള്ള ഭാഗ്യം. കാരണം വീട്ടുകാർ മൊത്തം അവനക്കെതിരാണ്, അവൻ്റെ ശത്രുക്കളാണ്. റബ്ബേ, കയറി വരുന്ന പെണ്ണെങ്കിലും അവനക്ക് ആശ്വാസം പകരുന്ന പെണ്ണാക്കണേ അല്ല. അത് സഫീറിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ പാവാണ്. എനിക്കല്ല കിട്ടിയില്ലെങ്കിലും നല്ലൊരു ജീവിതം സഫീറിനെ കൊടുക്കല്ല. ആ നിമിഷവും അവൾ അതായിരുന്നു ദുആ ചെയ്തിരുന്നത്. അത് സഫീർ രക്ഷപ്പെടണം എന്നത് മാത്രമായിരുന്നു അവളുടെ ചിന്ത. എന്നാൽ ഈ സമയം ആഷി ഉസ്താദ് അതാ നേരെ റിസ്വാനയുടെ ഫോണിലേക്ക് ഒന്ന് വിളിക്കുന്നു. അല്ല, ആര്? എൻ്റെ ഉസ്താദോ? ഹലോ ഉസ്താദേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എന്താ മോളെ, എന്തു പറ്റി? കിതക്കുന്നുണ്ടല്ലോ, ഇവിടുന്ന് ഓടിപ്പാഞ്ഞു വന്നാണോ? ഹേയ് അല്ല ഉസ്താദേ, ഞാൻ പിന്നെ എന്തൊക്കെയാ കുട്ടി നിൻ്റെ വിശേഷങ്ങൾ? സുഖാണോ? അൽഹംദുലില്ലാ. എന്താ മോളുടെ വാക്കുകൾക്കൊരു പകർച്ച? ഏയ് ഒന്നുമില്ല. അവൾ വെറുതെ ഒരു പുഞ്ചിരി വരുത്തി തീർത്തു. അല്ല മോളെ, എന്തൊക്കെയുണ്ട്? നാട്ടിലേക്ക് വരുന്നുണ്ടോ? അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല ഉസ്താദേ, അൽഹംദുലില്ലാ. ആ, പിന്നെ ഞാൻ മോളെ ഒരു അത്യാവശ്യ കാര്യം പറയാൻ കൂടിയാണ് വിളിച്ചത്. എന്തുസ്താദേ? മോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? ഉസ്താദേ, സാരമില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല. അതെ, സഫീർ പാവമാണ്. അവന് നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യാണ്. ഇനിയൊരിക്കലും വീട്ടുകാരെ അവനെ ഉപദ്രവിക്കരുത്. അതെ, അവനെ മോശമാക്കി ചിത്രീകരിക്കരുത്. അതെ, എപ്പോഴും അവനെ വഷളാക്കരുത്. പാവമാണ്, അതുകൊണ്ട് നല്ല ജീവിതം കിട്ടുവാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യായിരുന്നു. എനിക്ക് കിട്ടാത്തതിൽ വിഷമമില്ല ഉസ്താദേ. ആര് പറഞ്ഞു? നിനക്ക് കിട്ടാത്തതിൽ വിഷമമില്ല എന്ന് ആരാ പറഞ്ഞത്? ശരിക്കും ആഷി ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ അല്പം ഗൗരവമുള്ളതായി. ഉസ്താദേ, അതെ ആരാ പറഞ്ഞത് അങ്ങനെ ഇല്ലാന്ന്? ഉണ്ട്, എനിക്കറിയാം എൻ്റെ റിസ്വാന. അതെ, നിനക്ക് സഫീറിനോട് വല്ലാത്ത പ്രണയം തോന്നിയിരുന്നു, ഇഷ്ടം തോന്നിയിരുന്നു, ശരിയല്ലേ? അവൾ മൗനം പാലിച്ചു. ഉസ്താദേ, സോറി, അറിയാതെ. ഏയ് അതൊന്നും സാരല്ല. പോട്ടെ പോട്ടെ, അതൊക്കെ പോണ വഴിക്ക് പോട്ടെ, അല്ലേ പെണ്ണേ? അതെ അതെ. പിന്നെന്തിനാ കരയുന്നത്? പോണ വഴിക്ക് പോട്ടെ, എനിക്ക് അവനോട് ഇഷ്ടമില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ല ഉസ്താദേ, എന്നാലും സഫീറിൻ്റെ ഭാവി ജീവിതം രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അതാണ് എൻ്റെ. കാരണം അവൻ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച് സ്വന്തം ജ്യേഷ്ഠൻ ചെയ്ത കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ജയിലിൽ കിടന്നു. ഉമ്മയും ജ്യേഷ്ഠനും അവനക്കെതിരായി നിന്നു. അങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച അവനക്ക് റബ്ബേ ഇനിയെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടായാൽ മതിയായിരുന്നു. ഏയ് അതുകൊണ്ടൊന്നും വിഷമിക്കണ്ട. ആ പെണ്ണ് അത്ര കുഴപ്പക്കാരൊന്നും ആവില്ല, അവൾ നല്ല പെണ്ണനായിരിക്കും. ആഷി ഉസ്താദ് അവളോടത് പറഞ്ഞു. അവൾ വിങ്ങിപ്പൊട്ടി. അതെ, അവളുടെ മനസ്സിനുള്ളിൽ വിഷമങ്ങളും ദുഃഖങ്ങളുമെല്ലാം അതാ അവൾ ആ കരച്ചിലെല്ലാം ഒതുക്കി. മോള് കരയണ്ട കേട്ടോ, എല്ലാം റാഹത്തായി നടന്നോളൂ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പൊന്നു മോള്, നിനക്കറിയാലോ വിധി. ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ വിധിയുടെ കാര്യം. അതെ ഉസ്താദ്, എനിക്കറിയാം. 7-ാം ആകാശവും ആ ചുണ്ടും അതല്ലേ? അതെ, 7-ാം ആകാശത്തിൻ്റെ മുകളിലായിരുന്നാലും വിധിച്ചതാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കും. 2 ചുണ്ടുകൾക്കിടയിലാണെങ്കിലും വിധിച്ചതല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും, അല്ലേ? അള്ളാഹു വിധിച്ചത് അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ പൊന്നുമോളോട് എനിക്ക് പറയലൊന്നുമല്ല, പ്രാർത്ഥിക്കുക പഠിച്ചവനോട്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, സഫീറിന് വേണ്ടി നല്ലോണം ദുആ ചെയ്യുക കേട്ടോ. പതുക്കെ മറക്കാൻ ശ്രമിച്ചാലും കുഴപ്പമില്ല. നീ വിഷമിക്കരുത്, അതുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താ ഉസ്താദേ? എൻ്റെ നിക്കാഹിന് വരണം കേട്ടോ. ഞാനും ഹാദിയും ആ ഒരു പന്തലിലിങ്ങനെ ഇരിക്കുന്ന സമയത്തെ നീ അങ്ങോട്ട് വരുമ്പോഴേ അത് വല്ലാത്ത സന്തോഷമായിരിക്കും. കാണാൻ വരണേ. സഫീറിനെയും വിളിച്ചിട്ടുണ്ട് ഞാൻ നിക്കാഹിന് വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ 2 ആൾ നിക്കാഹിന് പങ്കെടുക്കണം കേട്ടോ. ഞാൻ ഡേറ്റ് ഫിക്സ് ആക്കിയിട്ട് പറയാം കേട്ടോ, ഇൻഷാ അല്ലാ. എന്നാൽ അത് കേട്ട റിസ്വാന വക്കീൽ ഒരു നിമിഷം, ഓക്കെ ഉസ്താദേ, ശരി, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അതാ ഫോൺ കട്ട് ചെയ്ത് പൊട്ടിക്കരയുകയായിരുന്നു. അവൾ ആ ബെഡിലേക്ക് കരഞ്ഞുകൊണ്ട് വീണു. അതെ, ആഷി ഉസ്താദിൻ്റെയും
അതെ, ഹാദിയുടെയും നിക്കാഹ് ദിവസം ഞാനും സഫീറും അവിടേക്ക് എത്തുന്ന ദിവസം, അതെ, ഞങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടുപോയാൽ എത്രമാത്രം വിഷമിക്കും സഫീർ. ഇല്ലല്ല, എന്നെ കൊണ്ടാവില്ല ആ ഒരു കാഴ്ച കാണാൻ. റബ്ബേ, അവൾ പടച്ച റബ്ബിനോട് വിതുമ്പി പൊട്ടിക്കൊണ്ട് ദുആ ചെയ്തു. അല്ലാ റഹ്മാനെ, നീ ക്ഷമ നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.